അസ്സാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയമുഴയെ എങ്ങനെയാണ് നൂതനമായി നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷൻ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ തോഫീഖ് അലി സാറാണ്. അപ്പോൾ സാറെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സാധാരണ സ്ത്രീകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ ഗർഭാശയത്തിൽ വരുന്ന ഈ മുഴ. അപ്പോൾ അതിനെ ഈ ഫൈബ്രോയിഡ് അല്ലേ, ഫൈബ്രോയിഡ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ തോന്നും അല്ലേ? സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഗർഭാശയ മുഴ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറയാമോ? സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരു 30 മുതൽ 40% വരെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. അത് ഒരു ക്യാൻസർ അല്ലാത്ത ഒരു ബിനൈൻ ആയിട്ടുള്ള ഒരു വളർച്ചകളാണ്. യൂട്രൈൻ നമ്മുടെ ഗർഭപാത്രത്തിലുണ്ടാവുന്ന ബിനൈൻ ആയിട്ടുള്ള മുഴകളാണ് ഗർഭാശയ മുഴകൾ. അപ്പോൾ ഇത് കാരണം സ്ത്രീകൾക്ക് ഉള്ള ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഗർഭധാരണത്തിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതല്ലാതെ ഇതിൻ്റെ സൈസ് വലുതായത് കാരണമുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ബുദ്ധിമുട്ടുകളായിട്ടുണ്ടാവുക. പിന്നെ സാധാരണയായിട്ട് ഇവർക്കിത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതെ. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇത് ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒരാൾക്ക്, സാധാരണ ഒരു സ്ത്രീക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതെ, കോമൺ ആയിട്ട് ഇതിൻ്റെ ഈ ഗർഭപാത്രത്തിലെ മുഴകളെ സിംറ്റംസിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ക്രമാതീതമായ രക്തസ്രാവം, അതല്ലെങ്കിൽ സമയം തെറ്റിയുള്ള രക്തസ്രാവം, രക്തസ്രാവത്തിൻ്റെ സമയത്തുള്ള അതിക്രമാതീതമായ വേദന, അടിവയറ്റിലുള്ള വേദന, ഇതെല്ലാമാണ് ആർത്തവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളായിട്ട് സാധാരണ അനുഭവപ്പെടുക. അതല്ലാതെ ഇതിൻ്റെ വലുപ്പം കാരണമുള്ള അടിവയറ്റിൽ ഇതേപോലെ ഒരു വലുപ്പത്തിലായിട്ട് നല്ല വലുപ്പത്തിലുള്ള മുഴകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, മൂത്രം ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, അതായത് കിഡ്നിയിൽ യൂറിൻ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉള്ളത്, കൂടുതൽ ഗർഭം ധരിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഗർഭാശയ മുഴകൾ കാരണം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി, എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ? വളരെ കോമൺ ആയിട്ട് കാണുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു ബിനൈൻ ആയിട്ടുള്ള, അതായത് പ്രശ്നമൊന്നും ഉണ്ടാവാതെ, എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിനൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു തരം മുഴകളാണ്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അത് മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്. അതല്ലാതെ പിന്നെ ഉള്ളത് സർജിക്കൽ ഓപ്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഈ ഗർഭപാത്രത്തിലെ മുഴകൾ മാത്രമായിട്ടോ എടുത്തു കളയുന്ന മയോമെക്ടമി ചികിത്സാ രീതികൾ. അപ്പോൾ ഇതല്ലാതെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബളൈസേഷൻ. നൂതന ചികിത്സാ രീതിയാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ചികിത്സാ രീതിയാണ് ഇപ്പോൾ നമ്മളിന്ന് കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, നോക്കാം നമുക്ക്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സ എടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത് എപ്പോഴാണ്? അതായത് ഇത് ഇപ്പോൾ തുടക്കത്തിൽ ഒരാളത് നമുക്ക് കണ്ടെത്തി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ ചികിത്സയിലേക്ക് പോകണോ, അതോ ആ സമയത്ത് നേരത്തെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, ഗുളികകളോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ കഴിച്ച് ഇത് ഭേദമാകാനുള്ള സാധ്യത ഉണ്ടോ? എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ ഈ ഒരു ചികിത്സയിലേക്ക് നമ്മൾ വരേണ്ടത് എന്ന് പറയാം? അതെ, പ്രാഥമികമായിട്ട് നമ്മൾ ഇതേപോലെ സിംറ്റംസ് കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്കാനിങ് ആണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണം, പ്രിലിമിനറി ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്കറിയാൻ പറ്റും ഗർഭാശയ മുഴകൾ കാരണമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമാണോ ഈ ആർത്തവ സമയത്തുള്ളതും മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ളതെന്ന് കാരണം കണ്ടെത്താൻ. പിന്നെ അതിനുശേഷം നമുക്കൊരു MRI സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഗർഭാശയ മുഴകളാണെങ്കിൽ തന്നെ നമുക്കതൊരു ഏത് രീതിയിലുള്ളതാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ്, എത്രത്തോളം രക്തസപ്ലൈ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതെല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു MRI സ്കാനിങ് നിർദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ ഫോളോ അപ്പിൽ, അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവെൽ, അതായത് ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ വലിപ്പം കൂടി വരികയാണ്, അല്ലെങ്കിൽ സിംറ്റംസ് ഇതേപോലെ മരുന്ന് കഴിച്ചിട്ട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല,
അതേപോലെ അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകൾ, ഇവരിലെല്ലാം നമുക്ക് ഈ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് ഈ ചികിത്സ അതെ അതെ അതെ. ഓക്കെ. സ്വാഭാവികമായിട്ടും നമ്മളെ ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ പ്രക്രിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി പിന്നെ അവർക്ക് നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സിസ്റ്റമാണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്ന ഈ ഒരു പ്രക്രിയ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. അതെ, ഇത് ഒരു മെയിനായിട്ടൊരു ഡേ കെയർ അതല്ലെങ്കിൽ വളരെ മിനിമം ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ദിവസത്തെയോ മാക്സിമം 1-2 ദിവസത്തെ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് വളരെ മിനിമലി ഇൻവേസീവാണ്. മിനിമലി ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ കാര്യമായിട്ടുള്ള മുറിവുകളോ പാടുകളോ തുന്നലുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. വയറ് നമ്മൾ തുറക്കുന്നില്ല. കയ്യിലെയോ കാലിലെയോ ഒരു 90% കയ്യിലൂടെയാണ് നമ്മളിത് ചെയ്യാറ്. കയ്യിലൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ ഒരു ചെറിയ സൂചി അല്ലെങ്കിൽ ഒരു ഷീത്ത് കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ട്യൂബ് കടത്തിവിട്ട് ഈ യൂട്രൈൻ ആർട്ടറികളെ, അതായത് ഗർഭാശയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കോലുകളെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കാനുലേറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ചെറിയ കണികകൾ, പോളിവിനൈൽ ആൽക്കഹോൾ, എംബോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കണികകൾ ഉപയോഗിച്ച് ഇതിൻ്റെ രക്തക്കോയിലുകളെ നമ്മൾ അടച്ചു കളയുകയാണ് ചെയ്യുക. ഈ രക്തസപ്ലൈ നമ്മൾ അടച്ചു കളയുന്നത് മൂലം അതിന് ഓക്സിജനും വേണ്ട ബ്ലഡിലുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ ഈ ഗർഭാശയമുഴകൾ കാലക്രമേണ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അത് ചുരുങ്ങി ചെറുതായി ഇല്ലാതായി പോകുന്നു. അപ്പോൾ മുഴുവനായിട്ട് ആ ഫൈബ്രോയിഡിനെ എടുത്തു കളയുന്നില്ല, പക്ഷേ അതിനെ ഒരു ചുരുക്കി ഒരു സ്കാർ പോലെ ആക്കി യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലെ നരമ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ, കൂടുതലും കയ്യിലെ നരമ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വളരെ ചെറിയ രീതിയിൽ, അതായത് വേദനൻ്റെ ഒരു കാര്യം പറയണത് വേണ്ട. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അനസ്തേഷ്യൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കൂടാതെ ഈ സ്ത്രീയിലെ ഗർഭപാത്രത്തിനെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഭാവിയിൽ ഗർഭം ധരിക്കാനും അവർക്ക് ആർത്തവം നോർമലായിട്ടുള്ള എങ്ങനെ രീതിയിലാണോ വരേണ്ടത് ആ രീതിയിൽ നമ്മളത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി മറ്റൊരു സംശയം വരിക, സാധാരണ ഇത് കേൾക്കുന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും അല്ലെങ്കിൽ നമ്മുടെ സർജറിയും ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രോഗിക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുക എന്നുള്ളത്? അതെ, നമുക്ക് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പേഷ്യൻ്റ് രാവിലെ വരികയാണെങ്കിൽ അന്നേ ദിവസം ചെയ്ത് വേദനയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കിടന്ന് നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകാനും സാധിക്കും. ഇതിന് നമുക്ക് കാര്യമായിട്ട് അനസ്തീഷ്യോ അല്ലെങ്കിൽ നട്ടലിനുള്ള ഇഞ്ചക്ഷനോ മയക്കലിൻ്റെയോ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ പേഷ്യൻ്റ് നടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പേഷ്യൻ്റ് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വയറിലോ അടിവയറ്റിലോ കാര്യമായിട്ട് തുന്നലോ മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ സർജറി കഴിഞ്ഞാലുള്ള റെസ്റ്റ് പോലത്തെ ആവശ്യങ്ങൾ വളരെ കുറവാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ധാരാളം അഡ്വാൻറ്റേജുകളുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ. അതെ, ഓപ്പൺ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പെയിനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഇതിന് ശേഷവും പെയിൻ ഉണ്ടാവുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫൈബ്രോയിഡ് എംബോളൈസേഷൻ എന്നുള്ളത് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നൽകുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അധികം ദിവസം ഇല്ലാത്ത നമുക്ക് തിരിച്ചു വരാം, ഹോസ്പിറ്റലൈസേഷൻ അധികം വേണ്ടി വരുന്നില്ല എന്നുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഇതിന് കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, ജോലിക്ക് പുറത്തൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ അധികകാലം ലീവ് എടുക്കാതെ തന്നെ അവരുടെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ കഴിയും. പിന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള വേദന ചെറിയ രീതിയിൽ ഈ ആർത്തവ സമയത്ത് ഉണ്ടാവുന്നത് പോലെ ഗർഭപാത്രത്തിൽ ചില ആൾക്കാരിൽ, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അനുഭവപ്പെടാറുണ്ട്. അത് നമുക്ക് മെഡിക്കലി തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേദനയാണ് ഉണ്ടാവാറ്. ചെറിയ രീതിയിലുള്ള അത് കുറഞ്ഞ ശതമാനം പേഷ്യൻസിൽ അവർക്ക് നമ്മൾ മരുന്ന് കൊടുത്ത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ ആയിട്ട് മാറാവുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇതിന് വലിയ അപകട സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഈ ഫൈബ്രോയിഡിലേക്ക് സപ്ലൈ വരുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഈ ഗർഭാശയത്തിൽ തന്നെ മറ്റെന്തെങ്കിലും നമുക്ക് അപകട സാധ്യതകളോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാമോ?
അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വേദന, അതായത് ചെയ്തു കഴിഞ്ഞാലുള്ള ഈ ഗർഭപാത്രത്തിനും മുഴകൾക്കും രക്തസപ്ലൈ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ആർത്തവ സമയത്ത് ഉണ്ടാകുന്നത് പോലെയുള്ളൊരു അടിവയറ്റിലുള്ളൊരു വേദനയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ പോസ്റ്റ് എംബളൈസേഷൻ സിൻഡ്രോം, അതായത് ഓക്കാനം, ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി തന്നെ സിംറ്റംസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരിലാണ് ഈ ഫൈബ്രോയിഡ് എംബളൈസേഷൻ ചെയ്യാറ്. അപ്പോൾ അവർ നമുക്കൊരു 6 months ഗ്യാപ്പ്, ഗർഭം ധരിക്കുന്നതിനുള്ള ഒരു 6 months ഗ്യാപ്പ്, ശാരീരിക ബന്ധത്തിന് അതെ അതിന് നമ്മളൊരു പറയാറുണ്ട്. പിന്നെ ചില ആൾക്കാരിൽ ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇപ്പോൾ സർജറി കഴിഞ്ഞതുപോലെ തന്നെയുള്ള ഗർഭം ധരിക്കാൻ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ളൊരു ചെറിയ സാധ്യത, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്, കുറഞ്ഞ ശതമാനം കാണിക്കുന്നത്. അതെ. ചികിത്സ കഴിഞ്ഞാൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അത് നേട്ടമുള്ളത്, അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി ഒന്ന് പറയാം. അതെ, നമ്മൾ ഇപ്പോൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക്സും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും വേദനയ്ക്കുള്ള മരുന്നുകളും വളരെ ടൈമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻറ്റിന് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ വേറെ തുന്നെടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സർജറിയുടെ മുറിവിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. അനസ്തീഷ്യയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പേഷ്യൻസിന് ഉണ്ടാവാറില്ല. ഓക്കെ. ഇനിയിപ്പോൾ മറ്റൊരു സംശയം, സ്വാഭാവികമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ വ്യാപകമായിട്ട് ലഭ്യമാണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ലഭ്യമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. വളരെ ചുരുക്കം സെൻറ്ററുകളിൽ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, കാത്തലാബ് സംവിധാനങ്ങളും ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും അവൈലബിൾ ആയിട്ടുള്ള സെൻറ്ററുകളിൽ ഇത് ലഭ്യമാണ്. പിന്നെ മറ്റൊരു ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നൊരു ഇതിൻ്റെ ഒരു ചികിത്സാ ചെലവുകൾ കമ്പയർ ചെയ്യുമ്പോൾ, സർജറിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അധികമാണോ, അല്ലെങ്കിൽ അതേ ലെവലാണോ, അതോ കുറവുണ്ടോ? നമുക്ക് ഇപ്പോൾ ഉള്ള അവൈലബിൾ ഇതിൻ്റെ വെച്ചിട്ട് ഇതിനുള്ള സാമഗ്രികളുടെ കോസ്റ്റ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ നല്ല കോസ്റ്റ്ലിയും അല്ല, പക്ഷേ സർജറിനേക്കാളും കുറച്ചൊരു മിനിമലി കുറച്ച് ചിലവുകൾ കൂടുതലായിട്ട് നമുക്കിതിൻ്റെ സാധനങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് താനും. ഓക്കെ. അപ്പോൾ എങ്ങനെയായാലും ബെനിഫിറ്റ്സും കോസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ സർജറിയിലേറെ, അതെ, പ്രൊഡക്റ്റീവ് ലൈഫ് ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും മിനിമം റെസ്റ്റും ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ഒരു മേജറായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു അതെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്, ഈ ഒരു എംബോളൈസേഷൻ, ഫൈബ്രോയിഡ് എംബോളൈസേഷൻ. പിന്നെ ഗർഭപാത്രം നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർ, വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അതേപോലെ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ ആഗ്രഹമുള്ള പേഷ്യൻസ്, ഒരു സർജറി വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന പേഷ്യൻസ്, മാസമുറ കൃത്യമായിട്ട് തന്നെ വരണം, നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻസിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ വളരെ ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഓക്കെ. ഇനി മറ്റൊരു സംശയം, അല്ലെങ്കിൽ സാധാരണയായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു, പിന്നീട് ഇത് വരാനുള്ള ഒരു സാധ്യത എന്താണ്? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അതെ, റിക്കറൻസ് റേറ്റ് വളരെ മിനിമം. ഇപ്പോൾ ഒന്നുകിൽ ഈ മുഴകൾക്ക് രണ്ടാമത് സൈസ് കൂടി വരാനുള്ളൊരു ചെറിയ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള മുഴകൾ ഉണ്ടായി വരാൻ, കാരണം നമ്മൾ ഗർഭപാത്രം മുഴുവനായിട്ട് എടുത്ത് കളയുന്നില്ല. അപ്പോൾ തിയററ്റിക്കലി ആ ഓർഗൻ അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും മുഴകൾ ഉണ്ടായി വരാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഗർഭപാത്രം എടുത്ത് കളയാതെ വീണ്ടും എംബളൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗർഭപാത്രത്തിന് സപ്ലൈ ചെയ്യുന്ന വേറെ രക്തക്കൊയലുകൾ വഴിയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ രക്തസപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ആ രക്തക്കൊയലുകളും നമ്മൾ അടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു ശാശ്വത പരിഹാരം. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൂടെ ചേർക്കാനുള്ളത്, വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമാണ് ഇതേപോലെ റിക്കറൻസ് റേറ്റ് വരിക. അതായത് രണ്ടാമത് ഫൈബ്രോയിഡിന് വലിപ്പം വയ്ക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഫൈബ്രോയിഡുകൾ ഉണ്ടായി വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത് ഒരിക്കൽ ചെയ്ത് വീണ്ടും മറ്റൊരു രക്തക്കോലിലൂടെ ഈ ബ്ലഡ് സപ്ലൈ കിട്ടി അത് വളർന്നു വരുമോ എന്നുള്ള, പക്ഷെ അതവിടെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അതെ, വളരെ ചെറിയ ശതമാനം മാത്രമാണ്. ഇനി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു
ചെയ്തെടുക്കുന്നതിന് പേഷ്യൻ്റ് വേറെ സർജറി ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ആ. നമുക്ക് അതും കൂടെ ചെയ്യാൻ പറ്റും, ചെയ്യാവുന്നതേ ചെയ്യാൻ ഉള്ളൂ. സാധിക്കും. ഓക്കെ. അപ്പോൾ സാർ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു പേഷ്യൻ്റ് സാർ ഒ പിയിൽ വന്ന് ഈ ഇങ്ങനെ ഇതാണെന്ന് കണ്ടെത്തി നമുക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്യാമെന്ന് പേഷ്യനോട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ അന്ന് ഒ പിയിൽ വന്ന ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? അതല്ലെങ്കിൽ അവർ സാധാരണ നമ്മൾ സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന പോലെ മറ്റൊരു ദിവസത്തേക്ക് വരാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ എത്തി അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് സൂചിപ്പിക്കാമോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു പേഷ്യൻ്റ് ഫൈബ്രോയിഡായിട്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കറിയേണ്ടത് ഈ ഫൈബ്രോയിഡ് ഇതേപോലെ ഞാൻ ഈ സ്കാനിങ് പറഞ്ഞതുപോലെ തന്നെ MRI സ്കാനിങ് പ്രധാനപ്പെട്ട ഒരു ഘടകം സൂചിപ്പിച്ചു നമ്മൾ അതെ. ആദ്യം. അതെ. അപ്പോൾ ഈ MRI സ്കാൻ എടുത്തതിന് ശേഷം ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സൈസ് കുറയുന്ന രീതിയിലുള്ള രക്തസപ്ലൈ എല്ലാം ഇതിനുണ്ടോ, ഇതിൻ്റെ സൈസ് എത്രയാണ്, എല്ലാ ഘടകങ്ങളും നമ്മൾ MRIയിൽ നിന്ന് നോക്കിയെടുക്കുന്നു. അതേപോലെ തന്നെ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യനുണ്ടോ എങ്കിൽ തന്നെ നമുക്കത് MRIയിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബയോപ്സി ടെസ്റ്റാണ്. എൻഡോമെട്രിയൽ ബയോപ്സി, പാപ്സ്മിയർ ടെസ്റ്റുകൾ, ഇതെല്ലാം OP പ്രൊസീജിയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫൈബ്രോയിഡ് അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഈ ഗർഭപാത്രത്തിലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് പ്രൊസീജിയറിനായിട്ട് നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തതിന് ശേഷം അന്നേ ദിവസം തന്നെ പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഒരു ദിവസം വന്നു, അതേ ദിവസം തന്നെ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നു. അത് നമ്മളൊരു കാത്ത് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുക. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്റേയുടെ സഹായത്തിലാണ് ഇത് ചെയ്യുക. കയ്യിലെയോ കാലിലെയോ രക്തക്കൊയിലൂടെ ട്യൂബ് കടത്തിവിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ഈ രക്തക്കൊയിലിനെ നമ്മൾ അടച്ചു കളയുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻറ്റ് ഒരു 1 or 2 hours തന്നെ പേഷ്യൻറ്റ് നടക്കാനും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റുന്നു. വേദനയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നതല്ലേ. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ പേഷ്യൻ്റ് നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നടക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൽ കേട്ടത് ഗർഭാശയമുഴയുള്ള സ്ത്രീകളിലെ എംബോലൈസേഷൻ പ്രക്രിയയെക്കുറിച്ചാണ്. അതായത് ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചികിത്സാ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. ഈ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൺസൾട്ടൻറ്റ് ഡോക്ടർ തൗഫീഖ് അലി സാറായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.